السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ ബഖറയിലെ 171 വചനമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമസലുൽ ലദീന കഫറൂ കമസലിൽ ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ സുമ്മുൻ ബുക്മുൻ ഉംയും ഫഹും ലാ യഅഖിലൂൻ. ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്ത്. ആയത്തിൻ്റെ മൊത്തം ആശയം അവിശ്വാസികളായ ആളുകളുടെ ഉദാഹരണം കേവല വിളിയല്ലാതെ മറ്റൊന്നും കേൾക്കാത്തവരെ വിളിക്കുന്നവരെ പോലെയാകുന്നു. അവർ അന്ധരാണ്, ബധിരരാണ്, മൂകരുമാകുന്നു അവർ. അതിനാൽ അവർ ചിന്തിക്കുകയില്ല എന്നാണ്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്, അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, ഞങ്ങളെ പൂർവികന്മാരൊക്കെ എങ്ങനെയാണോ ജീവിച്ചത് അത് മതി എന്നവർ പറയും. ആ പൂർവികന്മാർ ഒന്നും ചിന്തിക്കാത്തവരും നേരായ വഴി പ്രാപിക്കാത്തവരുമാണെങ്കിലും അവർക്ക് അത് മതി എന്നാണോ അവരീ പറയുന്നത് എന്നാണ് അല്ലാഹു തആല ചോദിച്ചത്. എങ്കിൽ അങ്ങനെ അന്ധമായി ആ പിതാക്കളെ പിന്നാലെ പോകുന്നുവെങ്കിൽ, പിതാക്കൾ എന്ത് ചെയ്താലും, പൂർവികന്മാർ എന്ത് ചെയ്താലും, എന്ത് വിശ്വസിച്ചാലും അതെല്ലാം മറ്റൊന്നും ആലോചിക്കാതെ അതിൻ്റെ പിന്നാലെ അവരെങ്ങനെ പോകുന്നുവെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു ഉപമയാണ് ഈ ആയത്ത് അല്ലാഹു തആല പറഞ്ഞത്. അത്തരം ആളുകളെ ഉദാഹരണം ഈ പറഞ്ഞ ഉദാഹരണം പോലെയാണ്. അഥവാ ഒരു കാലികളെ മേയ്ക്കുന്ന ഒരു ഇടയൻ, അവൻ തൻ്റെ ആ ആട്ടിൻകൂട്ടത്തെ അല്ലെങ്കിൽ ഒട്ടകക്കൂട്ടത്തെ മേച്ചുകൊണ്ട് പോകുമ്പോൾ അവ എന്ത് വിളിച്ചാലും ആ വിളിയൊന്നും അവക്ക് മനസ്സിലാവുകയില്ല. ആ തെളിക്കുന്ന വഴിയിലേക്ക് അതങ്ങനെ തെളിച്ചു പോകുന്നു. അവൻ്റെ ആ ശബ്ദമല്ലാതെ, ആട്ടിടയൻ്റെ ആ സൗണ്ടല്ലാതെ മറ്റൊന്നും അവക്ക് മനസ്സിലാവുകയില്ല. പ്രത്യേകിച്ച് പേര് വിളിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാലോ അതൊന്നും തിരിയാതെ ഇവൻ എങ്ങോട്ടാണ് തെളിച്ചത് അങ്ങോട്ട് അവങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് അറക്കാൻ വിളിച്ചാലും പോകും, തിന്നാൻ കൊടുത്താലും പോകും, എന്തിനു വിളിച്ചാലും അവൻ്റെ വിളി കേട്ടത് ചെല്ലുന്നു. എന്നെ അറക്കാനാണ് വിളിക്കുന്നത്, ഞാൻ പോകേണ്ടതില്ല എന്ന് ആലോചിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാനാണ് വിളിക്കുന്നത്, അതുകൊണ്ട് പോയാൽ ലാഭമാണ് എന്നും ചിന്തിക്കുന്നില്ല. ആ ഇടയന്റെ കേവലമായ ശബ്ദം മാത്രമാണ് അവ കേൾക്കുന്നത്. ഇതുപോലെയാകുന്നു ഇത്തരം ആളുകൾ എന്നാണ് അല്ലാഹു തആല ഇവിടെ ഉദാഹരണമായി പറഞ്ഞത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, മാ ഹു അഖ്റബു ശൈഇൻ ലിഹാഉലായി അഖ്റബു ശബ്ഹിൽ ആയ അല്ലതി ബഅദഹാ. തൊട്ടുമേലത്തെ ആയത്തിൽ പറഞ്ഞ പിതാക്കന്മാർ ചിന്തിക്കാത്തവരും നിർമ്മോഹം പ്രാപിക്കാത്തവരുമാണെങ്കിലും അവരെ പിന്നാലെ പോകുന്നു എന്ന് പറഞ്ഞ ആളുകൾ, അവർക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ശേഷമുള്ള ഈ ആയത്ത്. അഥവാ മസലുൽ ലദീന കഫറൂ കമസലിൽ ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ. അഥവാ കമസലിർ റാഇ, ഒരു ഇടയനെ പോലെയാകുന്നു, കന്നുകാലികളെ മേയ്ക്കുന്ന ഇടയനെ പോലെയാകുന്നു. അർ റാഇ അല്ലദീ യൻഇഖു യുനാദി ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ. ഇടയൻ തൻ്റെ കീഴിലുള്ള ആ മൃഗങ്ങളെ അവൻ വിളിക്കുന്നു, പക്ഷേ അവന്റെ കേവല വിളിയല്ലാതെ മറ്റൊന്നും അവ കേൾക്കുന്നില്ല. എന്ത് ഭാഷ ഉപയോഗിച്ചാലും, എന്ത് പേരിട്ട് വിളിച്ചാലും കന്നുകാലിയെ സംബന്ധിച്ച് എല്ലാം കണക്കാണ്.
ഇവരെ ഒച്ച വയ്ക്കുമ്പോൾ ആ ഒച്ചയുടെ പിന്നാലെ പോകുന്നല്ലാതെ മറ്റൊന്നും അവക്കറിയുക ഇല്ല. ഇതുപോലെയാകുന്നു ഇവർ എന്നാണ്. ബഹായി മൃഗങ്ങളാണ് ഇവർ. കമസൽ ഇൻസാനിൻ യദ്ഉ ബഹായിമ മാ തഫഹമു ഇല്ല സൗത്ത്. മൃഗങ്ങളെ വിളിക്കുന്ന മനുഷ്യനെ പോലെ ആ മൃഗങ്ങൾ സൗത്തല്ലാതെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. അഥവാ അപ്പോൾ ഒരു ഒട്ടകക്കൂട്ടമുണ്ട്, ആട്ടിൻകൂട്ടമുണ്ട്, അതിലേക്ക് ഒരുപാട് കന്നുകാലികളുണ്ട്. അയാളിങ്ങനെ തെളിക്കുമ്പോൾ പിന്നാലെ പോകും. ഇബ്നു സമയം പറയുന്നത് അതിൽ ഒരു മൃഗത്തിന് പ്രത്യേക പേരിട്ടു. ആ പേരിട്ട് വിളിച്ചാൽ ആ മൃഗത്തിന് അടിയിൽ നിന്ന് ആ മൃഗം മാത്രം വരുമോ? വരൂല. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. കയ്യിൽ കത്തിയും പിടിച്ച് അറുക്കാനാണ് വിളിക്കുന്നത്. എന്നാലും അതിൻ്റെ ആ ശബ്ദം ഉണ്ടാക്കിയാൽ അത് അവൻ്റെ നേരം കണ്ട് നടന്നു വിടുന്നു. മറ്റൊന്നും ആലോചിക്കുന്നില്ല. ഈ ഇടയന്റെ പിന്നാലെ അത് പോകുന്നു. ഇതുപോലെയാണ് പിതാക്കന്മാരെ പിൻപറ്റുന്നുവെന്ന് പറയുന്ന ആളുകൾ. ഓരെന്താ ചെയ്തു അത് മതി, ബാക്കിയൊന്നും നോക്കേണ്ടതില്ല. എൻ്റെ വാപ്പാരെങ്ങനെ, എൻ്റെ കാരണവന്മാരെങ്ങനെ, പൂർവികന്മാരെങ്ങനെ, എനിക്കത് മതി എന്നും പറഞ്ഞ് മറ്റൊന്നും ആലോചിക്കുക. അവർ എന്തിനു ചെയ്തു, അവരോട് ആരാ ചെയ്യാൻ പറഞ്ഞത്, അവർ ചതിപ്പെട്ടു പോയതാണോ, അവരാരെങ്കിലും വഞ്ചിച്ചതാണോ, അതൊന്നും ആലോചിക്കാതെ നമ്മുടെ പൂർവികന്മാർ എന്ത് ചെയ്തോ അത് മതി എന്നും പറഞ്ഞ് പിന്നാലെ പോകുന്ന ആളുകൾ ഈ ഒരവസ്ഥയാണ് അവർക്കുള്ളത് എന്ന് ഒരു ഉപമയാണ് അല്ലാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. പ്രത്യേകമായ പേരിട്ട് വിളിച്ചാൽ ഒന്നും അത് മനസ്സിലാവാത്ത ആ മൃഗങ്ങളെ പോലെയാകുന്നു ഇവർ എന്നാണ്. ഇല്ലാ ദുആഅൻ വനിദാഅ, ആ വിളിയല്ലാതെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവർ കേൾക്കുന്നില്ല. ഹഉലാഇ മസലുഹും, ഇതാണ് അവർക്കുള്ള ഉദാഹരണം. അൽ കുഫാറു മസലുഹും ഫീ കൗനിഹിം യത്തബിഊന ആബാഅഹും ബിദൂന അൻ യഫ്ഹമു ഹാദൽ മഅന അല്ലദി ഹാദിഹിൽ ഹാദു അല്ലതി അലൈഹാ ആബാഉഹും. തങ്ങളെ പൂർവികന്മാരെ അന്ധമായി അനുകരിക്കുന്ന, അതിൻ്റെ തത്വം പോലും ഉൾക്കൊള്ളാതെ അവരെ പിന്നാലെ കൂടുന്ന ആളുകൾ, അവർക്കുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വമാ അക്സൽ മുശാബിഹീന ലിൽ കാഫിന ഫീ ദാലിക്. ഇബ്നു പറയാണ്, ഇത് അവിശ്വാസികൾക്ക് മാത്രമല്ല, നമുക്കിടയിൽ പോലും, മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും ഇവരോട് സാദൃശ്യപ്പെടുന്ന എത്ര ആളുകൾ ഇന്നുണ്ട് എന്നാണ്. ഇത് അല്ലാഹു തആല അന്ന് പറഞ്ഞത് അവിശ്വാസികളെ പറ്റിയാണ്. അന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, പിന്നെ വേറെ വർത്തമാനമില്ല, അവരത് പിൻപറ്റും. അല്ലാത്തവരെ സംബന്ധിച്ചോ അല്ലാഹ് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അത് നോക്കണ്ട, ഞങ്ങളെ വാപ്പമാരെ വഴിക്ക് പോവുകയാണ്. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങളിലും ഈ സ്വഭാവം വന്നിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ആയത്തുണ്ട്, ഹദീസുണ്ട് എന്ന് പറഞ്ഞാലും അതിലേക്ക് വരുന്നില്ല. മുസ്ലിമാണെന്ന് പറയുന്ന ആളുകൾ പോലും അതിനപ്പുറത്തേക്കാണ് പോകുന്നത്. മാത്രവുമല്ല, ഇബ്നു തൈമിയ്യ പറയാണ്, പല ആളുകളും ഇന്ന് ക്ഷണിക്കുന്നത് തങ്ങളുടെ ഖൗമിയത്ത്, തങ്ങളുടെ ചില പക്ഷപാതിത്വങ്ങളിലേക്കാണ്. അതായത് നമ്മുടെ കുടുംബം തീരുമാനിച്ചാൽ അതിനപ്പുറത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ മനുഷ്യന്മാരുണ്ട്. ബാക്കിയൊന്നും നോക്കാൻ നമ്മുടെ കുടുംബത്തിന്റെ തീരുമാനം അതാണ്, അതായത് നമ്മുടെ ഈ ഏരിയ അതങ്ങനെ തീരുമാനിച്ചതാണ്, നമ്മുടെ ഈ നാടിന്റെ തീരുമാനം അങ്ങനെയാണ്, മഹല്ല് തീരുമാനം അങ്ങനെയാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും കൊണ്ട് പറയേണ്ടതില്ല എന്ന് പറയുന്ന അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ പോലും ഇന്നുണ്ട്. ഭാഷയുടെ പേരിൽ, വംശത്തിന്റെ പേരിൽ എല്ലാം ഇന്ന് അങ്ങനെ പറയുന്ന ആളുകൾ. ഇബ്നു തൈമിയ്യ പറയാണ്, ചില ആളുകൾ അറബികൾ എന്ന ആ പ്രത്യേകമായ പക്ഷപാതിത്വം വരെ കൊണ്ടുവരുന്നുണ്ട്. അറബിയാള് ഓർക്ക് അങ്ങനെയാണ്, മറ്റൊന്നും നോക്കണ്ട, മറ്റത് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഷയുടെ പേരിൽ പോലും അങ്ങനെ പക്ഷപാതിത്വം കാണിക്കുന്ന ആളുകളെല്ലാം ഇതിനോട് സാദൃശ്യമുണ്ടാകുന്നവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഇന്നമൽ ഇഖ്വ, സത്യവിശ്വാസികളെല്ലാം സഹോദരങ്ങളാണ്. അത് ഏത് നാട്ടിലും, ഏത് കാലത്തും, ഏത് ഭാഷക്കാരനും എന്താണെങ്കിലും ശരി, മുഅ്മിനീങ്ങളാണോ ഇഖ്വത്ത്, അറബി വേറെ അനറബി വേറെ എന്നൊന്നുമില്ല. ഈ വിഷയത്തിൽ എല്ലാവരും വിശ്വാസികൾ നിലക്ക് ഒന്നാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പ്രത്യേകമായി അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇബ്രാഹിം നബിയുടെ മാതൃക എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ ആ വഴിയൊക്കെ അദ്ദേഹം പറയുന്നു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂൻ എന്ന് സ്വന്തം ഖൗമിനോട് പ്രഖ്യാപിച്ചു. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഖൗമിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാകുന്നു, നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാരിൽ നിന്നും ഒഴിവാകുന്നു. അപ്പൊ എൻ്റെ ഖൗമാണെന്ന് കരുതി ആ ഖൗമിന്റെ ആ അവിശ്വാസത്തിന് കൂടെ നിന്നിട്ടില്ല. അവിടെ അദ്ദേഹം ആ ബന്ധവിച്ഛേദനം പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ചില ആളുകൾ അതൊന്നും നോക്കാതെ ചെയ്യുന്നുണ്ട്, അവരും ഇതിനോട് സാദൃശ്യമുണ്ട് എന്നാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത്. ശേഷം അല്ലാഹു സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. സുമ്മുൻ, അവർ ബദിരന്മാരാണ്, കേൾക്കാത്തവരാണ്.
ബുക്മുൻ സംസാരിക്കാൻ കഴിയാത്തവരാണവർ, മൂകന്മാരാണവർ. ഉമ്മിയുൻ അന്ധരുമാകുന്നു അവർ. സുമ്മുൻ ജംഉ അസം വൽ അസമ്മു ഹുവ അല്ലദി ലാ യസ്മഉ. അസമ്മിന്റെ ബഹുവചനമാണ് സുമ്മ്, അല്ലദി ലാ യസ്മഉ, കേൾക്കാത്തവൻ, ചെവി കേൾക്കാത്ത ബദരിന്മാർക്കാണ് സുമ്മ് എന്ന് പറയുക. അതേപോലെ ഉംയി എന്ന് പറഞ്ഞാൽ ജംഉ അഅ്മ, അഅ്മയുടെ ജംഉ ആണ്. അല്ലദി ലാ യുബ്സിർ, കാണാത്തവർ. ബുക്മ് ജംഉ അബ്കം, അബ്കമിന്റെ ബഹുവചനമാണ് ബുക്മ്, വഹുവ അല്ലദി ലാ യൻതിഖ്, സംസാരിക്കാത്തവൻ. അപ്പൊ ഈ ആളുകളുടെ വസ്തുത, അവർ സുമ്മും ബുക്മുൻ ഉംയുൻ, അവർക്ക് ചെവിയും കേൾക്കുകയില്ല, കണ്ണും കാണുകയില്ല, അവരോട്ട് സംസാരിക്കുകയുമില്ല. ഇതാകുന്നു അവരുടെ അവസ്ഥ. അഥവാ നേക്ക് നേരെ കാണുക കേൾക്കുക എന്നല്ല, നേരെ മറിച്ച് കാണേണ്ടതവർ കാണുകയില്ല, കേൾക്കേണ്ടതവർ കേൾക്കുകയില്ല, പറയേണ്ടതവർ പറയുകയുമില്ല. ഇതാണ് അവരുടെ അവസ്ഥ എന്ന് അല്ലാഹു തആല എടുത്തു പറയാം. അഥവാ അൻ സമാഇൽ ഹഖി വഇൻ കാനൂ യസ്മഊന ഗൈറ, അവർ കേൾക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഹഖ് അവർ കേൾക്കുകയില്ല, അല്ലാത്തെല്ലാം കേൾക്കും, എന്ത് സംസാരിച്ചാലും കേൾക്കും, അതൊക്കെ അവർക്ക് അറിയാം, അതൊക്കെ അവർ വല്ലാതെ വാചാലമായി സംസാരിക്കും. പക്ഷേ ഹക്കിന് വേണ്ടി സംസാരിക്കാൻ നാവ് പൊങ്ങൂല, ഹക്ക് കേൾക്കാൻ അവർ തയ്യാറാവൂല, ഹക്ക് കാണാൻ അവർ തയ്യാറാവുകയില്ല. ലാ യൻതിഖൂൻ വറുബ്ബമാ യകൂന ഫുസഹാ, അവർ വലിയ വാചാലന്മാരായിരിക്കും അവർ, പക്ഷെ ലാ യൻതിഖൂന ബിൽ ഹഖി, ഹക്ക് അവർ പറയില്ല. ബാക്കി എന്തും പറയും, മണിക്കൂറുകൾ പറയാനും എത്ര വലിയ വലിയ ആളുകളെയും പറഞ്ഞിരുത്താനും എല്ലാവർക്കും കഴിയും. പക്ഷെ ഒരു ഹക്ക് പറയാൻ പറഞ്ഞാൽ അത് പറഞ്ഞാൽ പ്രശ്നമാണ്, അതിപ്പോ പറഞ്ഞാലാകെ പ്രശ്നമാണ്, ബാക്കി ഒരു എന്തും പറഞ്ഞോളും. അപ്പൊ അവർ യഥാർത്ഥത്തിൽ സംസാരിക്കാൻ കഴിയാത്ത ഊമകളാകുന്നു അവർ. അതേപോലെ ഉംയുൻ അന്ധരാണ്, ലാ യുബ്സിറൂൻ കാണുകയില്ല. അഥവാ അവർ കണ്ണുണ്ട്, അവർക്ക് നല്ല കാഴ്ചയുള്ള കണ്ണുണ്ടാകും, പക്ഷേ ഹക്ക് അവർ കാണുകയില്ല. അല്ല, കണ്ണുകൊണ്ട് ടെസ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർക്ക് എത്രയും കാണാൻ പറ്റും. പക്ഷേ ഒരു ഹക്കത് കാണിച്ചു കൊടുത്താൽ അത് കാണാൻ അവർ തയ്യാറാവുകയില്ല. ഇതാകുന്ന അവരുടെ അവസ്ഥ. ഐ ലാ യുബ്സിറൂന ആയാതി വലാ യുബ്സിറു മൻ യഖൂലു ബിൽ ആയാതി അയ്ളാ, ആയത്തുകൾ കാണുകയില്ല, ആയത്ത് പ്രകാരം പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യന്മാരെയും അവർ കാണുകയില്ല. ബാക്കി എല്ലാത്തിനും ദുനിയാവിന്റെ കാര്യത്തിൽ അവർ ഉഷാറാണ്. അല്ലാതെ ഒരു ഹക്ക് കാണാനോ കേൾക്കാനോ ആ ഹക്ക് വിളിച്ചു പറയാനോ അവർ തയ്യാറാകുന്നില്ല. ഫഹും ലാ യഅഖിലൂൻ, അതിനാൽ അവർ ചിന്തിക്കാത്തവരുമാണ്. കാഴ്ചയും കേൾവിയും സംസാരവും ഇല്ലെങ്കിൽ പിന്നെ ലാ യഅഖിലൂൻ, ചിന്തിക്കുന്നുമില്ല. കാരണം കാണുമ്പോഴാണല്ലോ മനുഷ്യ ചിന്ത ഉണ്ടാവുക, കാണുകയും കേൾക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് അതിനെപ്പറ്റി ആലോചിക്കുക. ഇവരോട്ട് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല, അതിനാൽ ലാ യഅഖിലൂൻ, അവരോട്ട് ചിന്തിക്കുന്നുമില്ല. അവിടെയും തന്നെ ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട്, പക്ഷെ ഹക്ക് മനസ്സിലാക്കുക എന്ന ആ വിശേഷ ബുദ്ധി അതവർക്ക് ഇല്ല. യഅനി അന്ന ഹാദിൽ ജുംല മുഫർജിഅ അലാ മാ ഖബ്ലഹാ, മുമ്പ് പറഞ്ഞതിന്റെ ഒരു അനുബന്ധമാണ് ഇത്. കാരണം അവർ കേൾക്കുകയും കാണുകയും ഒന്നും ചെയ്യാത്തത് കൊണ്ട് ലാ യഅഖിലൂൻ, ചിന്തിക്കുന്നില്ല. ഐ ലാ യഅഖിലൂന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ബുദ്ധിയുണ്ട്, പക്ഷേ ഇത് തൻ്റെ അടുത്തോടുകൂടി ഇത് ഉൾക്കൊള്ളുക എന്ന ആ ബുദ്ധി അവർക്കില്ല. അതുകൊണ്ട് ഇതാണ് ആ ആളുകളുടെ അവസ്ഥ. അവർക്കൊന്നും കേൾക്കാനോ കാണാനോ പറയാനോ കഴിയാതെ ഒന്നും ചിന്തിക്കാത്തവരായി അധപതിച്ചു പോയിരിക്കുന്നു അവർ. അവർക്കിനി മറ്റൊന്നുമില്ല. ഈ വിളിക്കുന്നവനെ വിളിക്ക് പിന്നാലെ പോകുന്ന കന്നുകാലികളെ പോലെ വാപ്പാൻ എന്താ ചെയ്ത്, അതന്നെ, അതെന്തേ അവരങ്ങനെ ചെയ്തു അത് നമുക്കറിയില്ല, അത് നോക്കേണ്ട കാര്യമില്ല, നമുക്കതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇത് ആയത്തുണ്ട്, ഹദീസുണ്ട്, അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ വല്യപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ നാട് അങ്ങനെയാണ് എന്നും പറഞ്ഞ് ഈ ഇടയന്റെ പിന്നാലെ പോകുന്ന ആ കന്നുകാലികളെ പോലെയാണവർ. മറ്റൊന്നും കേൾക്കാനോ കാണാനോ ചിന്തിക്കാനോ കഴിയാതെ ആ ശബ്ദം മാത്രം കേട്ട്
ആ ശബ്ദത്തിന്റെ പിന്നാലെ പോകുന്ന കന്നുകാലികളെ പോലെ ഈ ഒരു ഇത് മാത്രം കണ്ട് അതിന്റെ പിന്നാലെ എങ്ങനെ പോവുകയാണവർ ചെയ്യുന്നത്. അപ്പൊ മുമ്പ് പറഞ്ഞ ആ പിതാക്കന്മാരെ അന്ധമായി ഏതിനും അനുകരിക്കുക എന്ന് പറഞ്ഞ തെറ്റായ നിലപാട്, ആ നിലപാടുകാർക്കുള്ള ഒരു ഉദാഹരണമാണ്, ഉപമയാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നത്. നമുക്കെല്ലാം വലിയ പാഠം അതിലുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.